ഉത്തരേന്ത്യയിലേക്ക് പോകാം. അവിടെ ഹിമാചൽ പ്രദേശിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഉണ്ടായത് 4 മേഘവിസ്ഫോടനങ്ങളാണ്. 2 പേർ മരിച്ചു, 15-ലധികം ആളുകളെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി എന്നാണ് വിവരം. ഇതാണ് ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. അർജുൻ, ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ്. പ്രവചനാതീതമായ പ്രഹരശേഷിയോടുകൂടിയാണ് പ്രളയജലം കുത്തി ഒലിച്ചെത്തുന്നത്. എത്രത്തോളം ഗുരുതരമായ സാഹചര്യമാണ് അവിടെയുള്ളത്? നാളെ രാവിലെ വരെയും ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ചും കാംഗ്ര, കുളു ഈ 2 ജില്ലകളിലാണ് സ്ഥിതി കുറച്ച് വഷളായി ഇപ്പോഴും തുടരുന്നത്. കാരണം മഴ ഇപ്പോഴും ശമിച്ചിട്ടില്ല, മഴ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ രാവിലെ വരെയെങ്കിലും ഇപ്പോഴത്തെ ഒരു സ്ഥിതി, അതായത് ഓറഞ്ച് അലേർട്ടാണ്, കനത്ത മഴ പെയ്യുന്നുണ്ട്, അത് തുടരുമെന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം, അതായത് കഴിഞ്ഞ 24 മണിക്കൂറിനിടെയാണ് ഈ കാംഗ്രയിലും അതുപോലെ കുളുവിലും 4 വ്യത്യസ്ത മേഘവിസ്ഫോടനം ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഈ 2 പേർ മരിച്ചു എന്ന് പറയുന്നത് കാംഗ്ര ജില്ലയിലെ ഈ ധർമ്മശാലയ്ക്ക് സമീപത്തൊരു ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണവും അതുപോലെ ചില അറ്റകുറ്റപ്പണികളും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ പണിയെടുത്തുകൊണ്ടിരുന്ന തൊഴിലാളികളാണ് 2 പേർ, 10-ലധികം പേർ ഒഴുക്കിൽപ്പെട്ടു. അതിൽ 2 പേരുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട്. ബാക്കി 10-ലധികം ആളുകളെ സംബന്ധിച്ച് യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല. അവരെ സംബന്ധിച്ച് അവരെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള പരിശോധന ഇപ്പോഴും NDRFും SDRFും അതുപോലെ ഹിമാചൽ പോലീസും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വിനോദസഞ്ചാരികൾ ഏറെ പോകുന്ന കുളു ജില്ലയിൽ തന്നെയുള്ള ഈ മണാലി സബ് ഡിവിഷൻ, അതുപോലെ ഷിംല, ഈ ധർമ്മശാല, ഇവിടെയെല്ലാം തന്നെ കനത്ത മഴ തുടരുന്നുണ്ട്. പക്ഷേ ഈ വിനോദസഞ്ചാരികൾ എവിടെയും കുടുങ്ങിക്കിടക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടില്ല. പ്രത്യേകിച്ചും ഈ ദേശീയപാതകൾ, അതായത് കുളുവിനെയും അതുപോലെ മണാലിയും എല്ലാം തന്നെ ബന്ധിപ്പിക്കുന്ന, മറ്റ് പഞ്ചാബിലെയും ഡൽഹിയിലെയും മേഖലകളുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന പാതകളൊന്നും തന്നെ ഈ മണ്ണിടിച്ചിലോ അല്ലെങ്കിൽ റോഡ് തകർന്നിട്ടോ ഒന്നും തന്നെ ഗതാഗതം സ്തംഭിച്ചിട്ടില്ല. ഇപ്പോഴും ഗതാഗതം സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ കുടുങ്ങിയ ആളുകളെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ സാധിക്കുന്നു. ഈ മഴയെല്ലാം തന്നെ കാരണം ഗോമതി, അതുപോലെ ഈ പാർവതി നദിയും ബയാസ് നദിയും എല്ലാം കരകവിഞ്ഞ് ഒഴുകുന്നുണ്ടെങ്കിൽ പോലും അവിടെയെല്ലാം ഒറ്റപ്പെടുന്ന ആളുകളെ പെട്ടെന്ന് തന്നെ തേടിപ്പിടിച്ച് തിരികെ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇനിയും മഴയുടെ തോത്, ഈ തീവ്രത വർദ്ധിച്ചു കഴിഞ്ഞാൽ അത് കൂടുതൽ വഷളാകും. മാത്രമല്ല പലയിടങ്ങളും, പല താഴ്ന്ന മേഖലകളും ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. ഇപ്പോൾ അങ്ങനെയുള്ള ഇടങ്ങളുണ്ട്. ഈ കുളു ജില്ലയിൽ തന്നെ മണാലി സബ് ഡിവിഷന് താഴെ 2-3 വീടുകൾ ഒഴുകിപ്പോയിട്ടുണ്ട്. അതുപോലെ 4-ലധികം ആളുകളെ കാണാതായിട്ടുമുണ്ട്. അവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടക്കുന്നുണ്ടെങ്കിൽ പോലും മറ്റിടങ്ങളിൽ നിന്ന് വന്ന, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന വിനോദസഞ്ചാരികൾ ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം തന്നെ നിലവിൽ. വാഹനങ്ങൾ ഒഴുകി പോകുന്നു, തടിമില്ലൊക്കെ കൂട്ടിയിട്ടിരിക്കുന്ന തടികൾ ഒഴുകി പോകുന്നത് പോലെയാണ് കാട്ടിൽ നിന്നുള്ള മരങ്ങൾ കൂട്ടമായി പുഴയിലൂടെ ഒഴുകിയെത്തുന്നത്. വളരെ അപകടകരമായ സ്ഥിതിവിശേഷമാണ് ഹിമാചൽ പ്രദേശിലുള്ളത്.